വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. എറ്റേണൽ ലവ് എന്ന ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തീരെ പ്രതീക്ഷിക്കാതെ കടന്നു പിടിച്ച് കിസ് ചെയ്ത ഷെങ്ങിനെ തട്ടി മാറ്റിയിട്ട് അവനെ അടിക്കാൻ ടാൻ കൈ ഓങ്ങുന്നു. പക്ഷെ അവൻ ആ കയ്യിൽ കയറി പിടിച്ചിട്ട് കിസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നു. നീ സൈക്കോയാണോ, ഒട്ടും കൊള്ളില്ലായിരുന്നു എന്ന് പറഞ്ഞവൾ ചുണ്ടു തുടയ്ക്കുന്നു. ഞാൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണമെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ച് ഷെങ് വീണ്ടും അവളുടെ നേർക്ക് മുഖമടിപ്പിച്ചെങ്കിലും അവൾ അവനെ തട്ടി മാറ്റിയിട്ട്, വൃത്തികെട്ടവൻ, എൻ്റെ ഫസ്റ്റ് കിസ് ഇങ്ങനെയായി പോയല്ലോ, കഴിഞ്ഞ 20 വർഷമായി ഞാനിത് സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്, എല്ലാം പോയല്ലോ എന്നൊക്കെ അവൾ മനസ്സിൽ അവനെ തെറി വിളിക്കുന്നു. ചേട്ടൻ എന്താ ഇങ്ങനെ, എനിക്ക് കുറച്ച് സമയം കൂടി ചേട്ടൻ്റെ അടുത്ത് നിൽക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞ് യൂൻ ഷെങ്ങിൻ്റെ കയ്യിൽ പിടിച്ചെങ്കിലും അവനത് മൈൻഡ് ചെയ്യാതെ, ഇപ്പോൾ കാലം മാറിയില്ലേ, എനിക്കിപ്പോൾ ഒരു ഭാര്യയുണ്ട്, ഞാൻ അവളോട് സ്നേഹം കാണിക്കണ്ടേ എന്ന് പറഞ്ഞ് ടാനിനെ ചേർത്ത് നിർത്തുന്നു. അവൾ കുതിര മാറാൻ ശ്രമിക്കുന്നത് കണ്ട് അവൻ അവളുടെ ചെവിക്കരികിലേക്ക് മുഖമടിപ്പിച്ചിട്ട്, മര്യാദയ്ക്ക് അടങ്ങി നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്, ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയാമല്ലോ എന്ന് പറയുന്നു. യൂൻ അസ്വസ്ഥയോടെ അവനെ പുറകിൽ നിന്ന് വിളിച്ചപ്പോൾ ടാൻ ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്, ശരിയല്ലേ ടാൻ എന്ന് ചോദിക്കുന്നു. നീ പറയുന്നതല്ല ശരിയാണ് എന്ന് അവൾ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അവർ മുന്നോട്ട് നടന്നപ്പോൾ, ഞാൻ ഇടയ്ക്ക് ചേട്ടൻ്റെ കൊട്ടാരത്തിൽ വന്ന് കാണുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് യൂൻ ചോദിക്കുന്നു. അതിനെക്കുറിച്ച് എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ മതിയെന്ന് ഷെങ് പറഞ്ഞപ്പോൾ, എനിക്ക് വരാമോ എന്ന് യൂൻ അവളോട് ചോദിക്കുന്നു. ടാൻ ഷെങ്ങിൻ്റെ പിടിപിടി വെച്ചിട്ട് തിരിഞ്ഞു നിന്ന്, അതിനെന്താ, കുമാരിക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ, എന്നെ മൈൻഡ് ചെയ്യുക വേണ്ട, നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതല്ലേ, കുമാരി എന്നും വരണേന്നായിരിക്കും ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. യൂന് സന്തോഷമാകുന്നുണ്ട്. ഷെങ്ങിനെ അത് കേട്ടപ്പോൾ ദേഷ്യം വരുന്നതിനാൽ അവൻ വേഗം മുന്നോട്ട് നടന്നു പോകുന്നു. എന്നോടാണ് കളി എന്ന മട്ടിൽ ടാൻ പുറകെ ചെല്ലുന്നുണ്ട്. മടങ്ങെത്തി കഴിഞ്ഞപ്പോൾ ജിങ്ഷിൻ ടാൻ്റെ പുറത്ത് മുറിവിൽ ചൂടുവെള്ളം വെച്ച് കൊടുക്കുന്നു. ശ്രദ്ധിച്ച് ചെയ്യണേ, പാടുകളൊന്നും അവശേഷിപ്പിക്കരുത്, പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ എൻ്റെ കയ്യിൽ കാശില്ല, ആ കിളവയ്ക്ക് എൻ്റെ സൗന്ദര്യം കണ്ട് അസൂയായിരിക്കും, അതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, ഇനി ഞാൻ ബാക്ക്ലെസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ എങ്ങനെ ഇടും എന്നൊക്കെ ടാൻ നിർത്താതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിങ്ഷിന് പലതും ഒരു പിടിയും കിട്ടുന്നില്ലെങ്കിലും അവൾ ചിരിച്ചുകൊണ്ടെല്ലാം കേട്ടിരിക്കുന്നുണ്ട്. മുറിവ് കരിയാനുള്ള എന്തെങ്കിലും മരുന്നെടുത്ത് കൊണ്ടുവരാൻ ടാൻ പറഞ്ഞപ്പോൾ, നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ മരുന്നെല്ലാം അശുഭകരമാണ് എന്ന് പറഞ്ഞ് മന്ത്രി കൊച്ചമ്മ തിരികെ വാങ്ങിവെച്ചു, അതുകൊണ്ട് നമ്മുടെ കൈവശം മരുന്നൊന്നുമില്ല, ഇവിടെ ആരോടെങ്കിലും ചോദിച്ച് ഞാൻ മരുന്ന് വാങ്ങിക്കൊണ്ട് വരട്ടെ എന്ന് ജിങ്ഷിൻ ചോദിച്ചപ്പോൾ, അത് വേണ്ട, എനിക്ക് മുറിവ് പറ്റിയെന്ന് അവരാരും അറിയണ്ട, നീ പോയി അടുക്കളയിൽ നിന്ന് ഒരു പുഴുങ്ങിയ മുട്ട എടുത്ത് കൊണ്ടുപോവാ, തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ടാൻ പറയുന്നു. ഞാൻ കുമാരനോട് സഹായം ചോദിച്ചാലോ എന്ന് ജിങ്ഷിൻ ചോദിച്ചപ്പോൾ, ആ ദുഷ്ടനോടോ, അത് വേണ്ട, ഞാൻ കുറച്ചുകൂടി കൂടുതൽ ശിക്ഷിക്കപ്പെടണേ എന്നായിരിക്കും അവൻ ആഗ്രഹിക്കുന്നത് എന്ന് ടാൻ പറയുന്നു. എങ്കിൽ ഞാൻ പോയി മുട്ട എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ജിങ്ഷിൻ പോകുന്നു. ആ വൃത്തികെട്ടവൻ എങ്ങനെ എന്നെ കിസ് ചെയ്യാൻ തോന്നി, എൻ്റെ ഫസ്റ്റ് കിസ് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ടാൻ ഷെങ്ങിനെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിലും കിസ് അത്ര മോശമല്ലായിരുന്നു എന്നവൾ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത നിമിഷം വീണ്ടും, എന്നാലും ആ ദുഷ്ടൻ എങ്ങനെ രാജകുമാരനായി, TV ഡ്രാമയിലൊക്കെ കണ്ടിട്ടുള്ള രാജകുമാരന്മാരൊക്കെ അവരുടെ ഭാര്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണല്ലോ, എൻ്റെ കഷ്ടകാലം എന്നല്ലാതെ എന്തു പറയാൻ, അതുകൊണ്ടാണ് മനുഷ്യത്വമില്ലാത്ത ആ ചെകുത്താനെ എനിക്ക് കിട്ടിയത് എന്നൊക്കെ അവൾ നിർത്താതെ പറയുകയാണ്. ഇതിനിടയിൽ ഷെങ് ശബ്ദമുണ്ടാക്കാതെ അവർക്കരികിലായി വന്ന് ഇരിക്കുന്നു. അവൾ പറയുന്നതെല്ലാം അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ഒന്നും മിണ്ടാതെ കയ്യിൽ കൊണ്ടുവന്ന മരുന്ന് ഒരു തുണിയിൽ മുക്കി അവളുടെ മുറിവിൽ തേച്ചു കൊടുക്കുന്നു. നീറ്റൽ അനുഭവപ്പെട്ടതിനാൽ ജിങ്ഷിനാണെന്ന് കരുതി, പതുക്കെ ചെയ് ജിങ്ഷിൻ, നീ എന്നെ കൊല്ലാൻ പോവുകയാണോ എന്ന് അവൾ ചോദിക്കുന്നു. എന്നിട്ട് ജിങ്ഷിനോടായി, നീ ഒരിക്കലും അവനെ പോലെ ഒരുത്തനെ വിവാഹം കഴിക്കരുത്, ആർക്കെങ്കിലും ഇതുപോലെ അബദ്ധം പറ്റിയാൽ ജീവിതകാലം മുഴുവൻ അവർ നരകത്തിൽ കഴിയേണ്ടി വരുമെന്ന് അവൾ പറയുന്നു. തന്നെക്കുറിച്ച് പറയുന്നത് കേട്ട് ഷെങ് മരുന്ന് നീർന്ന വിധത്തിൽ മുറിവിലേക്ക് വെച്ചു കൊടുക്കുന്നു. വേദന കൊണ്ട് തിരിഞ്ഞപ്പോഴാണ് ഷെങ് ആണ് അവിടെ ഇരിക്കുന്നത് അവൾ കാണുന്നത്. നീയായിരുന്നു പുറത്തു പോയെന്ന് പറഞ്ഞവൾ പുതപ്പ് വലിച്ച് മുകളിലേക്ക് ഇടുന്നു. ഞാനൊരു ദുഷ്ടനല്ലേ, പിന്നെ ഞാൻ എന്തിനാണ് പോകുന്നത് എന്നവൻ ചോദിച്ചപ്പോൾ, പോകാതെ പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു, ദുഷ്ടന്മാർ എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ മുന്നോട്ടായിരുന്നു. അവൻ്റെ കൈ അവളുടെ പുറത്തു തട്ടിയതിനാൽ വേദനിക്കുന്നു എന്നവൾ പറഞ്ഞപ്പോൾ അവൻ കൈ മാറ്റിയിട്ട്, ഒരു രാജകുമാരനെ ചീത്ത വിളിക്കുന്നത് 10 വർഷമെങ്കിലും തടവിൽ കഴിയേണ്ട കുറ്റമാണ് എന്ന് നിനക്കറിയില്ലേ, ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ നിനക്ക് അകത്ത് കിടക്കേണ്ടി വരും എന്നവൻ പറയുന്നു. പിന്നെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്ന് ടാൻ പറഞ്ഞപ്പോൾ, നിനക്ക് സംശയമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നവൻ പറയുന്നു. അവൻ അത്രയ്ക്ക് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ സത്യമായിരിക്കുമെന്ന് ടാനിനും തോന്നുന്നു. ഇവിടെ ജയിലിലെങ്ങാനും കിടക്കേണ്ടി വന്നാൽ എനിക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഇവനെ പിണക്കണ്ട എന്ന് ചിന്തിച്ചവൾ, ഞാൻ പറഞ്ഞതൊന്നും കുമാരൻ കാര്യമായി എടുക്കണ്ട, എൻ്റെ പുറത്ത് വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, സത്യത്തിൽ എൻ്റെ മനസ്സിൽ കുമാരൻ വളരെ സുന്ദരനാണ്, ഏത് പെണ്ണ് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സുന്ദരൻ, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് എന്ന് പറഞ്ഞവൾ അവനെ സോപ്പിടുന്നു. ശരി, ഞാനൊന്നും മനസ്സിൽ വെക്കുന്നില്ല, പക്ഷേ ഞാൻ ചോദിക്കുന്നതിന് ശരിയായ ഉത്തരം നൽകണം എന്ന് പറഞ്ഞ് അവളുടെ പുറത്തെ മുറിവിലേക്ക് നോക്കിക്കൊണ്ട്, അവർ മുമ്പ് നിന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. എൻ്റെ പുറത്ത് ഉണങ്ങിയിട്ടില്ലാത്ത പഴയ മുറിവുകളുടെ അടയാളങ്ങൾ ഇപ്പോഴും ഉണ്ട്, അത് നോക്കിയാൽ തന്നെ അറിഞ്ഞുകൂടെ എന്നവൾ ചോദിച്ചെങ്കിലും അവനത്ര വിശ്വാസം വരാത്തത് കൊണ്ട്, സംശയമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞവൾ എഴുന്നേറ്റിരുന്ന് മുറിവ് കാണിച്ചു കൊടുക്കുന്നു. നല്ലതുപോലെ കാണാൻ പറ്റുന്നില്ല എന്നവൻ പറഞ്ഞപ്പോൾ അവൾ കുറച്ചുകൂടി പുറകിലേക്ക് ചേർന്നിരുന്നിട്ട്, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഷെങ് ഇല്ല എന്ന് കള്ളം പറയുന്നു. അവൾ പുതപ്പ് കുറച്ചുകൂടി താഴേക്ക് ആക്കി ഒന്നുകൂടി ചേർന്നിരുന്നിട്ട്, ഇപ്പോഴോ എന്ന് ചോദിക്കുന്നു. ഷെങ് പക്ഷേ മറുപടിയൊന്നും പറയാതെ അവളെ തന്നെ കണ്ടെടുക്കാതെ നോക്കിയിരിക്കുകയാണ്. മറുപടിയൊന്നും കിട്ടാത്തതിനാൽ ടാൻ തിരിഞ്ഞു നോക്കുന്നു.
ഷെങ്ങിന്റെ മുഖം തൊട്ടടുത്ത് കണ്ട് അവളും അറിയാതെ നോക്കിയിരുന്നു പോകുന്നുണ്ട്. രണ്ടുപേരും കൂടി കണ്ണും നോക്കിയിരിക്കുന്ന സമയത്താണ് മുട്ടയെടുക്കാൻ പോയ ജിങ്ഷിൻ മടങ്ങി വന്നത്. അവരുടെ ഇരിപ്പ് കണ്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞ് പുറത്തേക്ക് ഓടാൻ തുടങ്ങിയെങ്കിലും ഷെങ് അവളോട് നിൽക്കാൻ പറഞ്ഞിട്ട് എഴുന്നേറ്റ് ചെന്ന് മരുന്നുകുപ്പി അവളെ ഏൽപ്പിച്ച് ഇത് ടാന്റെ പുറത്ത് തേച്ചു കൊടുക്കാൻ പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഷെങ്ങിന്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ജിങ്ഷിൻ ഓടി ടാനരികിലെത്തി എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുന്നു. അവൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ അവനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജകുടുംബത്തിലുള്ളവരെ കുറ്റം പറഞ്ഞാൽ 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് അവൻ പറഞ്ഞു. സത്യമാണോ എന്ന് ടാൻ അവളോട് ചോദിക്കുന്നു. അങ്ങനൊരു കുറ്റവും ശിക്ഷയും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് ജിങ്ഷിൻ പറഞ്ഞപ്പോൾ അവൻ പിന്നെയും എന്നെ പറ്റിച്ചതാണല്ലേ എന്ന് പറഞ്ഞ് ടാൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ മുട്ട വെക്കണോ മരുന്ന് വെക്കണോ എന്ന് ജിങ്ഷിൻ ചോദിക്കുന്നുണ്ട്. അടുത്ത ദിവസം ടാൻ ഉണർന്നപ്പോൾ ജിങ്ഷിൻ മുറിയിലങ്ങ് ഉണ്ടായിരുന്നില്ല. ഉണർന്നത് യഥാർത്ഥ ടാനർ ആണെന്ന് അവളുടെ നടപ്പ് കാണുമ്പോൾ അറിയാം. അവൾ എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിൽ വന്നിരുന്നപ്പോഴാണ് ടാൻ നീ എഴുന്നേറ്റോ എന്ന് ചോദിച്ച് ജിങ്ഷിൻ ഓടി അകത്തേക്ക് വന്നത്. അവൾ ബഹുമാനമില്ലാതെ പേര് വിളിച്ചത് ടാനർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ മൗനമായി തന്നെ ഇരിക്കുന്നു. ആള് മാറിയതറിയാതെ ജിങ്ഷിൻ ഓടി അടുത്ത് ചെന്നിട്ട് ടാൻ ഞാൻ ഈ കൊട്ടാരത്തിലെ മുഴുവൻ മുറികളും മരിച്ചു പെറുക്കി നോക്കിയിട്ടും ബെഡിനെ പറ്റി ഒരു വിവരവുമില്ല. ജോലിക്കാരുടെ മുറികൾ വരെ ഞാൻ കയറിയിറങ്ങി നോക്കി. ഇനി കുമാരന്റെ മുറി മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ എനിക്ക് അവിടെ കയറി നോക്കാൻ പറ്റില്ല എന്ന് ജിങ്ഷിൻ പറയുന്നു. നീ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ടാനർ ചോദിച്ചപ്പോഴാണ് മാറ്റം ജിങ്ഷിന് മനസ്സിലായത്. അവൾ പെട്ടെന്ന് തന്നെ ഒന്നുമില്ല കുമാരി, ചില നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ കുമാരിയുടെ മുടി ഒതുക്കി തരാമെന്ന് പറഞ്ഞ് അവളുടെ മുടി ചെയ്യാൻ തുടങ്ങുന്നു. ഞാൻ നിന്നോട് ഏതോ കട്ടിലിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞെന്നാണോ നീ പറയുന്നത്? ഏത് ബെഡാണ് എന്ന് ടാനർ ചോദിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു പഴയ കട്ടിലിൻ്റെ കാര്യമാണ് കുമാരി പറഞ്ഞത്. പക്ഷേ അത് കുമാരിക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. എപ്പോഴും എന്നോട് അത് അന്വേഷിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് ജിങ്ഷിൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് മുമ്പ് അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ടാനർ ചോദിക്കുന്നു. കുമാരിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞൊരു പഴയ കട്ടിലിനെ കുറിച്ച് തിരയാൻ കുമാരി എന്നോട് ആവശ്യപ്പെട്ടു. മുമ്പ് മന്ത്രിയുടെ കൊട്ടാരത്തിലെ മുഴുവൻ മുറികളും ഞാനത് അന്വേഷിച്ചിരുന്നു. പക്ഷേ അത് അവിടെ കണ്ടെത്താൻ കഴിയാത്തപ്പോഴാണ് കുമാരി ദേഷ്യപ്പെട്ട് മതിൽ ചാടി അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചത്. പിന്നെ വിവാഹശേഷം ഇവിടെ വന്നപ്പോൾ ഇവിടെയും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കുമാരി എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ഗോസിപ്പ് ക്യൂൻ ആണെന്നും കുമാരി പറഞ്ഞിരുന്നു. എന്നെ ഇളക്കാൻ ചെറിയ പുകഴ്ത്തൽ മതി എന്ന് കുമാരിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഗോസിപ്പ് ക്യൂൻ ആണെന്നും കൂടി പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി ആത്മാർത്ഥമായി ബെഡ് അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ ഈ കൊട്ടാരം മുഴുവൻ അരിച്ചു പെറുക്കി നോക്കി, പക്ഷേ അത് കണ്ടുകിട്ടിയില്ല എന്ന് ജിങ്ഷിൻ നിരാശയോടെ പറയുന്നു. ഞാൻ എന്തിനാണത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്ന് നിനക്ക് അറിയാമോ എന്ന് ടാനർ ചോദിച്ചപ്പോൾ അതെനിക്കറിയില്ല, കുമാരിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രമേ എനിക്കറിയൂ എന്ന് പറഞ്ഞ് ജിങ്ഷിൻ ജോലിയിൽ മുഴുകുന്നു. ഞാനിവിടെ വന്നിട്ട് കുറേ ദിവസങ്ങളായിട്ടും ഈ ഹുവായിക്ക് വേണ്ടി ഇമ്പീരിയൽ ടോക്കൻ കണ്ടെത്താൻ ഞാനൊരു ശ്രമവും നടത്തിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും തിരയുന്നതായി തോന്നിയാൽ ഷെങ് സംശയിക്കുമെന്ന് ഭയന്നാണ് ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത്. അതേസമയം അവളൊരു മടിയുമില്ലാതെ ധൈര്യപൂർവ്വം ഏതോ കട്ടിലിന് വേണ്ടി ഈ കൊട്ടാരം മുഴുവൻ അരിച്ചു പുറക്കുന്നു. ഇത് നല്ലൊരു അവസരമാണ്. കട്ടിലിൻ്റെ പേരും പറഞ്ഞ് എനിക്ക് ഇമ്പീരിയൽ ടോക്കൺ തിരയാൻ പറ്റിയ അവസരം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് ടാനർ ഷെങ്ങിന് നൽകാൻ കുറച്ച് ചായയും സ്നാക്സും എടുത്തുകൊണ്ട് വരാൻ ജിങ്ഷിനോട് പറയുന്നു. നമുക്ക് അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ കാണാമെന്ന് ടാനർ പറയുന്നു. അതേസമയം ജിങ്ഷിൻ കൊട്ടാരം മുഴുവൻ അരിച്ചുപെറുക്കി എന്തോ തിരയുന്നുണ്ട് എന്ന വിവരം യുഹാവോ ഷെങ്ങിനെ അറിയിച്ചപ്പോൾ ഇമ്പീരിയൽ ടോക്കൺ ആയിരിക്കും തിരയുന്നത് എന്ന് കരുതി ശത്രുവിൻ്റെ ക്ഷമ നശിച്ചെന്നാണ് തോന്നുന്നത് എന്ന് അവൻ പറയുന്നു. ആ സമയത്ത് കൺസേർട്ട് അകത്തേക്ക് വരുന്നുണ്ട് എന്ന് പുറത്തുനിന്ന് വിളിച്ചറിയിക്കുന്നതിനാൽ രണ്ടുപേരും പെട്ടെന്ന് നിശബ്ദരാകുന്നു. ടാനർ ജിങ്ഷിനൊപ്പം അകത്ത് വന്ന് അവനെ വണങ്ങിയിട്ട് അങ്ങ് ക്ഷീണിച്ചെങ്കിൽ കുറച്ചു നേരം വിശ്രമിക്കാൻ പറയുന്നു. നിനക്കെൻ്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് ശ്രദ്ധയുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, വേറൊന്നും പറയാനില്ലെങ്കിൽ മടങ്ങിപ്പോയിക്കോളാൻ പറയുന്നു. പക്ഷേ ടാനർ ജിങ്ഷിൻ്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി അത് നൽകാനെന്നോണം മുന്നോട്ട് ചെന്ന് അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കുന്നു. അവളുടെ ഉദ്ദേശം മനസ്സിലായതിനാൽ രാജ്യകാര്യങ്ങളിൽ കുമാരിക്ക് താല്പര്യമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, ചായ തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞവൾ ചായ അവൻ നീട്ടിയെങ്കിലും എനിക്ക് വേണ്ട എന്ന് അവൻ പറയുന്നു. ഇത്രയ്ക്ക് ദേഷ്യം കാണിക്കാൻ മാത്രം മോശക്കാരിയാണോ ഞാൻ എന്ന് ടാനർ ചോദിച്ചപ്പോൾ ദിവസം മുഴുവൻ അഭിനയിച്ചു കൊണ്ടിരുന്നാൽ ഒരാൾക്ക് മടുക്കില്ല എന്ന് ഷെങ് ചോദിക്കുന്നു. ടാനറിന് അവൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഞാൻ ജിങ്ഷിനോട് ചോദിക്കാമെന്ന് പറഞ്ഞ് നിന്നെ കള്ളത്തരം കാണിക്കുന്നതിന് ഞാനിവിടെ നിന്ന് പറഞ്ഞു വിട്ടെ എന്ന് ജിങ്ഷിനോട് ചോദിക്കുന്നു. അവൾ പെട്ടെന്ന് മുട്ടുകുത്തിയിരുന്നിട്ട് കുമാരൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ കള്ളത്തരമൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറയുന്നു. ജിങ്ഷിൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ടാനർ ചോദിക്കുന്നു. ഷെങ് മറുപടി പറയാതെ എഴുന്നേറ്റ് ചെന്ന് ജിങ്ഷിന്റെ താടിയിൽ പിടിച്ച് ഉയർത്തിയിട്ട് ഇവൾ അത്യാവശ്യം സുന്ദരിയാണല്ലോ, ഇവളെ എനിക്ക് തന്നേക്കുക എന്ന് ടാനറിനോടായി പറയുന്നു. അത് കേട്ടതും ജിങ്ഷിൻ ബോധം കെട്ട് താഴേക്ക് വീഴുന്നുണ്ട്. യുഹാവോയും ടാനറും ഓടിച്ചെല്ലുന്നു. യുഹാവോ പൾസ് നോക്കിയിട്ട് ബോധം പോയതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല എന്നറിയിക്കുന്നു. അവളെ തിരിച്ചു കൊണ്ടാക്കിയേക്കാൻ ഷെങ് നിർദ്ദേശിക്കുന്നതിനാൽ യുഹാവോ അവളെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ജിങ്ഷിനെ നീ എനിക്ക് തരുമോ ഇല്ലയോ എന്ന് ഷെങ് വീണ്ടും ടാനറിനോട് ചോദിക്കുന്നു. അവൾ കുട്ടിക്കാലം മുതൽ എനിക്കൊപ്പം കളിച്ചു വളർന്നതാണ്, എൻ്റെ സ്വന്തം സഹോദരിയെ പോലെയാണ്, അവളെ ഉപദ്രവിക്കരുതെന്ന് ടാനർ പറഞ്ഞപ്പോൾ നിന്റെ പെരുമാറ്റം എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് എന്ന് ഷെങ് പറയുന്നു. ടാനർ വീണ്ടും ചായ കുടിക്കാൻ അവളെ നിർബന്ധിച്ചപ്പോൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞവൻ തിരിയുന്നു. ടാനർ അബദ്ധം പറ്റിയതുപോലെ കുറച്ച് ചായ അവൻ്റെ ഡ്രസ്സിലേക്ക് ഒഴിച്ചിട്ട് അബദ്ധം പറ്റിയതാണ്, എന്നോട് ക്ഷമിക്കണം, നമുക്ക് കുമാരൻ്റെ മുറിയിലേക്ക് പോകാം, ഡ്രസ്സ് മാറാൻ ഞാൻ സഹായിക്കാമെന്ന് പറയുന്നു. നീ മനഃപൂർവ്വം ഒഴിച്ചതാണെന്ന് എനിക്കറിയാം, എൻ്റെ മുറിയിലേക്ക് വരണ്ട, ഞാൻ തനിച്ച് പോയിക്കളാമെന്ന് പറഞ്ഞവൻ ബെഡ്റൂമിനടുത്തേക്ക് നടക്കുന്നു. വരണ്ട എന്ന് പറഞ്ഞിട്ടും ടാനർ രണ്ട് കൽപ്പിച്ച് അവൻ്റെ പുറകെ ചെല്ലുന്നു. വാതിൽക്കലെത്തിയപ്പോൾ ഷെങ് തിരിഞ്ഞു നിന്ന് എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നു. എനിക്ക് കുമാരനെ
സഹായിക്കണമെന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്നവൾ പറഞ്ഞപ്പോൾ, നിന്റെ ഉദ്ദേശം നല്ലതായാലും ചീത്തയായാലും എൻ്റെ ബെഡ്റൂമിൽ ഞാൻ ആരെയും കയറ്റാറില്ല. മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ള അമൂല്യമായ പലതും അതിനുള്ളിലുണ്ട് എന്നവൻ പറയുന്നു. എങ്കിൽ ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ടാനർ മടങ്ങിപ്പോകുന്നു. ഇമ്പീരിയൽ ടോക്കൺ എവിടെയാണുള്ളത് എന്ന് കണ്ടെത്തുകയാണ് അവളുടെ ഉദ്ദേശമെന്ന് ഷെങ്ങിന് മനസ്സിലാകുന്നുണ്ട്. അന്ന് രാത്രി അവൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വേഷം ധരിച്ച് ഒരു ലെറ്റർ മതിലിലെ കട്ടയെടുത്ത് മാറ്റി അതിനുള്ളിലെ രഹസ്യ സ്ഥലത്ത് വെക്കുന്നുണ്ട്. അന്ന് രാത്രി തന്നെ അതിർത്തിയിലെ സേനയിലുണ്ടായ ഒരു പ്രശ്നത്തിന് പരിഹാരം ആലോചിക്കാൻ രാജാവ് 3 കുമാരന്മാരെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നു. ആദ്യം ഷുവാനും പിന്നീട് ഈഹുവായും പരിഹാരം നിർദ്ദേശിച്ചെങ്കിലും അവസാനം ഷെങ് നിർദ്ദേശിച്ച സൊല്യൂഷനാണ് രാജാവിന് കൂടുതൽ സ്വീകാര്യമായത്. മറ്റു 2 പേരോടും രാജ്യകാര്യങ്ങൾ പഠിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഷെങ്ങിന്റെ മുന്നിൽ ചെറുതായതുപോലെ ഒരു തോന്നൽ ഈഹുവായ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ടാൻ അപ്പോഴേക്കും ചാർജ് എടുത്തിരുന്നു. നിലത്ത് ഷീറ്റ് വിരിച്ച് യോഗ ചെയ്യുന്നതിനിടയിൽ പണ്ടത്തെ ലൈഫ് എന്നൊരു ബോറാണ്. കറണ്ടില്ല, വൈഫൈ ഇല്ല, ഫോണില്ല, എനിക്കെൻ്റെ FB പോലും ഒന്നും നോക്കാൻ പറ്റുന്നില്ലല്ലോ, ബോറടിച്ച് ചാകാറായി എന്നൊക്കെ അവൾ പറയുന്നു. വിശപ്പിനെ വിളി കൂടിയപ്പോൾ വയറ്റിൽ തടവിക്കൊണ്ട് ഈ ജംഗ്ഷൻ ഇതോടെ പോയിരിക്കുകയാണ്, എനിക്ക് വിശന്നിട്ട് വയ്യല്ലോ എന്ന് അവൾ പറയുന്നുണ്ട്. വീണ്ടും കണ്ണുമടച്ച് യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജംഗ്ഷൻ ഭക്ഷണവുമായി മടങ്ങിയെത്തിയത്. ടാൻ്റെ ഇരിപ്പ് കണ്ട് ജംഗ്ഷൻ വെപ്രാളത്തോട് ഓടിച്ചെന്ന്, ടാൻ നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ സ്വയം വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അവളുടെ കാലിൽ പിടിച്ച് വലിച്ച് നേരെ ഇരുത്താൻ ശ്രമിക്കുന്നു. ടാൻ വേദന കൊണ്ട് വിളിച്ചു കൂവിക്കൊണ്ട് കണ്ണു തുറന്ന് കാലും തടവിക്കൊണ്ട്, ഞാൻ സ്വയം വേദനിപ്പിക്കുന്നൊന്നുമല്ല, എക്സർസൈസ് ചെയ്യുന്നതാണ്, ഇതാണ് യോഗ, എൻ്റെ ശരീരം നല്ല ഷേപ്പോടെ ഇരിക്കാൻ ഇത് സഹായിക്കും എന്നവൾ പറയുന്നു. ജിങ്ഷിന്റെ മുഖം പാടിയിരിക്കുന്നത് കണ്ട്, നീ വിഷമിക്കേണ്ട, ഞാൻ പിന്നൊരു ദിവസം നിനക്ക് പഠിപ്പിച്ചു തരാം, നിന്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ നല്ല ഷേപ്പിലിരിക്കാൻ ഇത് സഹായിക്കും എന്ന് പറഞ്ഞ് ജിങ്ഷിനെ അവൾ ഒരടിയും കൊടുക്കുന്നുണ്ട്. നിന്റെ സ്വഭാവം പിന്നെയും മാറിയല്ലേ എന്ന് പറഞ്ഞ് ജിങ്ഷിൻ പിണക്കം നടിച്ച് മാറി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് മുന്നിലിരിക്കുന്ന ഫുഡ് ടാൻ ശ്രദ്ധിച്ചത്. അവൾ ആക്രാന്തത്തോടെ വേഗം അതെടുത്ത് ഒരു ചിക്കന്റെ കാല് കടിച്ചു പൊളിക്കാൻ തുടങ്ങുന്നു. ഇതെടുക്കാൻ പോയപ്പോൾ കുമാരൻ കൊട്ടാരത്തിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് ഇന്നിവിടെ നിന്ന് ഡിന്നർ കഴിക്കാൻ സാധ്യതയില്ല എന്ന് ജോലിക്കാരികൾ പറയുന്നത് കേട്ടു എന്ന് ജിങ്ഷിൻ പറയുന്നു. ആണോ, ഇന്നെന്റെ ലക്കി ഡേ ആണ് എന്ന് പറഞ്ഞ് ടാൻ തുള്ളിച്ചാടുന്നുണ്ട്. അവളുടെ ഭാവം കണ്ടപ്പോൾ, നീ കുമാരന്റെ മുറിയിൽ ഒളിച്ചു കിടക്കാനുള്ള പുറപ്പാടാണ്, ഇന്ന് ഒരു തവണ നമ്മൾ അവിടെ പോയി കഴിഞ്ഞു, ഇനി വീണ്ടും പോകുന്നത് റിസ്ക് ആണ്, അദ്ദേഹം അറിഞ്ഞാൽ എന്നെ ഇവിടെ പുറത്താക്കും, എനിക്ക് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല എന്ന് പറഞ്ഞ് ജിങ്ഷിൻ കരയാൻ തുടങ്ങുന്നു. ഞാൻ ഇന്ന് എപ്പോഴാണ് അവിടെ പോയത്, ആ ദുഷ്ടൻ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞെന്ന് ടാൻ ചോദിച്ചപ്പോൾ, കുമാരൻ എന്നെ പുറത്താക്കിയാൽ സത്യമായിട്ടും എനിക്ക് പോകാൻ വേറെ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ജിങ്ഷിൻ വീണ്ടും കരയാൻ തുടങ്ങുന്നു. ടാൻ ഭക്ഷണം മതിയാക്കി ജിങ്ഷിനടുത്തേക്ക് നീങ്ങിയിരുന്ന് അവളെ സമാധാനിപ്പിച്ചിട്ട്, നീ വിഷമിക്കണ്ട, നിന്റെ കാര്യം ഞാൻ ആ ദുഷ്ടനുമായി സംസാരിക്കാം, നിനക്ക് എവിടേക്കും പോകേണ്ടി വരില്ല, പക്ഷേ എനിക്ക് ഇന്ന് രാത്രി അവിടെ പോയേ പറ്റൂ, ഇവിടെ നിന്നാൽ എനിക്ക് മിക്കവാറും വട്ടാകും എന്ന് പറഞ്ഞവൾ എഴുന്നേറ്റ് ഷെങ്ങിന്റെ മുറിയിലേക്ക് പോകാനായി പോകുന്നു. പോകല്ലേ എന്ന് പറഞ്ഞ് ജിങ്ഷിൻ പുറകിലിരുന്ന് കരയുന്നുണ്ട്. പ്രിൻസ് ഈഹുവായി കൊട്ടാരത്തിൽ നിന്ന് മടങ്ങുമ്പോൾ നേരത്തെ ഷെങ്ങിനെ സമീപിച്ച മുഖംമൂടിധാരികൾ അവനെ ആക്രമിക്കുന്നു. രാജകുമാരനെ ആക്രമിക്കാനും മാത്രം ധൈര്യം നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ ആരാണ് എന്ന് അവൻ ചോദിച്ചപ്പോൾ, കുമാരനെ ഉപദ്രവിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല, ഞങ്ങൾ കുമാരന്റെ സഹായം ചോദിക്കാനാണ് വന്നത്, ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ ഈ രാജ്യം കൈക്കലാക്കാൻ ഞങ്ങൾ ഉറപ്പായും കുമാരനെ സഹായിക്കും, ഞങ്ങൾ ആരാണ് എന്താണ് എന്നൊന്നും കുമാരൻ അറിയേണ്ട കാര്യമില്ല, ഞങ്ങളുടെ മാസ്റ്ററുടെ സോൾ സപ്രസിംഗ് ഓർബ് ഈ രാജ്യത്തുണ്ട്, അത് കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ എന്ന് അവർ അവനോട് ചോദിക്കുന്നു. അങ്ങനെ ഒന്നിനെക്കുറിച്ച് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് ഈഹുവായി പറഞ്ഞപ്പോൾ, അത് ഇവിടുത്തെ ഇമ്പീരിയൽ സ്റ്റഡിയിലുണ്ട് എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്, അവിടെ കടന്നു ചെല്ലാൻ എല്ലാവർക്കും കഴിയാത്തത് കൊണ്ട് കുമാരൻ ഞങ്ങളെ സഹായിക്കണം, കുമാരൻ അതിന് കഴിഞ്ഞാൽ കുമാരനെ രാജാവാകാൻ ഞങ്ങൾ സഹായിച്ചിരിക്കും എന്നവർ പറയുന്നു. നിങ്ങളെപ്പോലെ കഴിവുള്ളവർക്കൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെ സഹായിക്കാമെന്ന് ഈ ഹുവായി കേൾക്കുന്നു. അതേസമയം ടാൻ ആരും കാണാതെ ഷെങ്ങിന്റെ മുറിയിൽ കടന്നിരുന്നു. മുറിക്കുള്ളിലെ കൊത്തുപണികളും മറ്റും കണ്ടപ്പോൾ രാജകുമാരന്മാരെ മോഡേൺ ടൈമിലേക്ക് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന കഥകളൊക്കെ കേട്ടിട്ടുള്ളതുപോലെ എനിക്കിവിടെ നിന്ന് സുന്ദരനായ ഒരു മരപ്പണിക്കാരനെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നവൾ പറയുന്നു. അകത്തടുക്കി വെച്ചിരിക്കുന്ന വേസും മറ്റും കണ്ടപ്പോൾ ഇതിൽ നിന്ന് 2 എണ്ണം എടുത്തുകൊണ്ടുപോയി പുരാവസ്തു കച്ചവടക്കാർക്ക് നൽകിയാൽ ചിലപ്പോൾ കോടികൾ കിട്ടിയേക്കും, എനിക്ക് ആ പണം കൊണ്ട് കുറെ വീട് സ്ഥലമൊക്കെ വാങ്ങി ഒരു പണക്കാരിയായി ജീവിക്കാമായിരുന്നു എന്ന് പറഞ്ഞവൾ പാത്രങ്ങൾ എടുക്കാൻ തുടങ്ങിയെങ്കിലും ആദ്യം വന്ന കാര്യം നടത്താം, പിന്നെയാവാം ബിസിനസ് എന്ന് പറഞ്ഞ് വീണ്ടും ബെഡ് തിരയുന്നു. അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ബെഡ് അവിടെ ഉണ്ടായിരുന്നു. ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞവൾ ഓടിച്ചെന്ന് ആ ബെഡിലേക്ക് ഇരുന്നിട്ട്, ഞാൻ സ്വപ്നം കണ്ട ബെഡ് ഇത് തന്നെയാണല്ലോ, അച്ഛാ അമ്മേ, അവസാനം ഞാൻ മടങ്ങി വരികയാണ്, എനിക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞവൾ സെൻറ്റി അടിക്കുന്നുണ്ട്. എന്തായാലും പോകുമല്ലേ, എങ്കിൽ പിന്നെ 2 പാത്രം കൂടി കൈക്കലാക്കിയേക്കാം എന്ന് പറഞ്ഞവൾ അവിടെ അടുക്കി വെച്ചിരുന്ന കൂട്ടത്തിൽ നിന്ന് നല്ല 2 എണ്ണം എടുത്ത് കയ്യിൽ പിടിച്ച് വീണ്ടും കട്ടിൽ വന്നിരിക്കുന്നു. എന്നിട്ട് ഷെങ്ങിനെ ചീത്ത വിളിച്ചുകൊണ്ട്, എടാ ദുഷ്ട, നീ എന്നെ ഇവിടെ ഇട്ട് കുറെ വേദനിപ്പിച്ചതല്ലേ, അതിനുള്ള നഷ്ടപരിഹാരമായി കരുതിയാൽ മതി എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും ടൈം ട്രാവൽ സംഭവിച്ചിട്ടുണ്ടാവുക, ഒരു പ്രത്യേകതയും ഇല്ലാത്ത ഒരു സാധാരണക്കാരിയല്ലേ ഞാൻ, പിന്നെ എനിക്ക് എന്തായിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുക, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞവൾ കട്ടിലിൽ കയറി കിടന്ന് കണ്ണു മടച്ചുകൊണ്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട് കണ്ണു തുറക്കുന്നു. സ്ഥലം വീണ്ടും അത് തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്നായതുകൊണ്ടായിരിക്കുമോ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞവൾ വീണ്ടും ബെഡിലേക്ക് കിടന്ന് 5 വരെ എണ്ണിട്ട് കണ്ണു തുറക്കുന്നു. ഇത്തവണ അവൾ കണ്ണു തുറന്നപ്പോൾ തൊട്ടുമുന്നിൽ ഷെങ്ങിന്റെ മുഖം കണ്ട് അവൾ അലറി വിളിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റുന്നു. എൻ്റെ ബെഡ് അങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന് ഷെങ് ചോദിച്ചപ്പോൾ, പ്രഭു അങ്ങിവിടെ എന്ത് ചെയ്യുകയാണ് എന്ന് അവൾ ചോദിക്കുന്നു. ഇതെൻ്റെ ബെഡ്റൂം അല്ലേ, ഞാൻ ഇങ്ങോട്ട് വരരുത് എന്നാണോ നീ പറയുന്നത് എന്നവൻ ചോദിക്കുന്നു.
രക്ഷപ്പെടാൻ വേണ്ടി എനിക്ക് കുട്ടിക്കാലം മുതൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവമുണ്ട്. ഞാൻ ഈ മുറിയിലേക്കാണ് വന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നവൾ പറയുന്നു. കുമാരിയുടെ മഞ്ഞുകൊട്ടാരം ഇവിടെ നിന്ന് ഒരുപാട് ദൂരത്തിലാണ്. വേറെ ഒരു മുറിയിലും കയറാതെ കുമാരി കൃത്യമായി ഇവിടെ തന്നെ എങ്ങനെ എത്തി എന്നവൻ ചോദിച്ചപ്പോൾ ഇവിടെ നിന്നൊരു പ്രത്യേക മണം വരുന്നുണ്ടായിരുന്നു. ഞാനത് ഫോളോ ചെയ്ത് അറിയാതെ ഇവിടെ വരെ എത്തിപ്പെട്ടതാണ് എന്നവൾ പറയുന്നു. അവൾ വീണ്ടും വീണ്ടും ഓരോ കള്ളം പറയുന്നത് കേട്ട് കയറാൻ പാടില്ലാത്തടത്തൊന്നും കയറരുതെന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞതല്ലേ എന്നവൻ ചോദിക്കുന്നു. പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ കയറിയത് കൊണ്ട് എന്നെ ഡിവോഴ്സ് ചെയ്യുമോ എന്നവൾ ചോദിക്കുന്നു. ഇല്ല എന്നവൻ പറഞ്ഞപ്പോൾ ടാൻ ഒന്ന് സന്തോഷിച്ചെങ്കിലും കുമാരി സ്വയം ജീവനെടുക്കുകയാണെങ്കിൽ ശരീരം വെട്ടിമുറിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം എന്നവൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടുന്നു. ഒന്നുകിൽ കെട്ടിത്തൂങ്ങി മരിക്കാം, അല്ലെങ്കിൽ ഇവിടെയുള്ള വാൾ ഉപയോഗിച്ച് സ്വയം കഴുത്തിറക്കാം, അതുമല്ലെങ്കിൽ ഇവിടെ വിഷമിരിപ്പുണ്ട്, അതെടുത്ത് കുടിക്കാൻ അവൻ പറയുന്നു. അവൾ പല എക്സ്ക്യൂസ് പറഞ്ഞു നോക്കിയെങ്കിലും ആ 3 ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും തിരഞ്ഞെടുത്തേ പറ്റൂ എന്നവൻ തീർത്തു പറയുന്നു. അതോടെ ടാൻ്റെ ക്ഷമ നശിക്കുന്നു. അതുവരെ മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന അവൾ ചാടി എണീറ്റ് നിനക്ക് വട്ടാണോ, എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ എന്തിനാണ് മരിക്കുന്നത് എന്നവൾ ഷെങ്ങിനോട് ദേഷ്യത്തിൽ ചോദിക്കുന്നു. കാരണം നീ തെറ്റായ ഒരാളെ വിവാഹം കഴിച്ചു, മാത്രമല്ല തെറ്റായ മുറിയിലേക്ക് കയറുകയും ചെയ്തു എന്നവൻ പറഞ്ഞപ്പോൾ ഞാൻ മന്ത്രിയുടെ മകളാണ്, ഞാൻ മരിച്ചാൽ നിനക്ക് സമാധാനം പറയേണ്ടി വരും എന്ന് ഭയമില്ലേ എന്ന് അവൾ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു. കൊട്ടാരത്തിൽ രാത്രി അതിക്രമിച്ചു കയറിയ കൊലയാളികളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എൻ്റെ ഭാര്യ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കില്ലേ എന്ന് ഷെങ് ചോദിക്കുന്നു. അവൻ്റെ അടുത്തൊരു പണിയും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ടാൻ വീണ്ടും മര്യാദക്കാരിയായിട്ട് കുമാരൻ്റെ മുറിയിൽ അനുവാദമില്ലാതെ കയറിയത് എൻ്റെ തെറ്റ് തന്നെയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഒരിക്കലും ഇവിടേക്ക് വരില്ലെന്ന് ഉറപ്പു തരാം, ഇത്തവണത്തേക്ക് എന്നെ വെറുതെ വിടുമോ എന്നവൾ ചോദിക്കുന്നു. ഷെങ് അവളുടെ കയ്യിലേക്ക് നോക്കിയിട്ട് എൻ്റെ സാധനങ്ങളൊന്നും നീ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നു. ഓ ഇതിൻ്റെ കാര്യമാണോ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ എടുത്തു പോയതാണ്, ഇപ്പോൾ തന്നെ തിരിച്ചു വെച്ചേക്കാം എന്ന് പറഞ്ഞവൾ അത് വേഗം തിരികെ കൊണ്ടുവച്ചിട്ട് ഇനി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ച് പുറത്തേക്ക് നടക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഷെങ് അവളോട് നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ചല്ല പറഞ്ഞത് എന്ന് നിനക്ക് അറിയാവുന്നതല്ലേ, വെറുതെ അഭിനയിക്കേണ്ട എന്ന് പറയുന്നു. ടാൻ്റെ സകല നിയന്ത്രണവും തെറ്റുന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എടാ വൃത്തികെട്ടവനെ, കുറേ നേരമായല്ലോ നീ തുടങ്ങിയിട്ട്, ഞാൻ അല്പസമയം നിന്റെ കട്ടിലിൽ ഒന്ന് കിടന്നെന്ന് കരുതി അതിന് പകരം ഞാൻ എൻ്റെ ജീവൻ തരണു, നിനക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ ഷീറ്റെല്ലാം എടുത്ത് കഴി വൃത്തിയാക്കി കുറച്ച് പെർഫ്യൂം അടിച്ചുകൊണ്ട് തരാം, അതോ ഇനി എൻ്റെ ജീവനേക്കാൾ വലുതാണോ നിന്റെ ഈ കട്ടിൽ എന്നവൾ ചോദിക്കുന്നു. നീ കട്ടിൽ മാത്രമേ കൈവച്ചുള്ളൂ, ക്യാബിനറ്റ് പുറകിലുള്ള ഗിയറിന്റെ കാര്യമോ എന്നവൻ ചോദിക്കുന്നു. ഗിയറോ, എന്ത് ഗിയർ, ഞാനൊന്ന് കണ്ടില്ലല്ലോ, എവിടെയാണത് എന്ന് ചോദിച്ച് അവൾ ചുറ്റും തിരിയുന്നു. പെട്ടെന്ന് മുഖംമൂടി ധരിച്ച ഒരു അക്രമി ചാടി വീണ് ടാനിനെ ബലമായി പിടിച്ച് അവളുടെ കഴുത്തിന് പുറകെ കത്തിവെക്കുന്നു. യുഹാവോ പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നെങ്കിലും ടാൻ അപകടത്തിലായതുകൊണ്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. ഇമ്പീരിയൽ ടോക്കൺ തന്നില്ലെങ്കിൽ ഇവളെ കൊല്ലുമെന്ന് അക്രമി പറഞ്ഞപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു, അവൾ എൻ്റെ ആരുമല്ല എന്ന് ഷെങ് പറയുന്നു. ടാനിൻ്റെ മുഖം അപ്പോൾ ഒന്ന് കാണേണ്ടതായിരുന്നു. അവൻ പറഞ്ഞ സത്യമാണ് എന്ന മട്ടിൽ അക്രമി യുഹാവോ നിൽക്കുന്നിടത്തേക്ക് നോക്കിയപ്പോഴേക്കും ഷെങ് ഒരു കത്തി എറിഞ്ഞ് അയാളെ കൊല്ലുന്നു. ടാൻ ആകെ അമ്പരന്ന് പേടിച്ചു കുറച്ച് നിൽക്കുകയാണ്. അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഷെങ് കാവൽക്കാരോട് നിർദ്ദേശിക്കുന്നു. അക്രമിയുടെ ശരീരത്തിൽ നിന്ന് യുഹാവോ ഒരു കുറിപ്പ് കണ്ടെത്തുന്നു. ഇമ്പീരിയൽ ടോക്കൺ ഷെങ്ങിന്റെ മുറിയിലുണ്ട് എന്നതിൽ എഴുതിയിരുന്നു. ടാനർ മുമ്പ് രഹസ്യമായി മതിലിനടിയിൽ ഒളിപ്പിച്ച ലെറ്റർ ആയിരുന്നു അത്. ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് സ്ത്രീകളുടേതുപോലെ ഉണ്ടല്ലോ, കൺസൾട്ട് ആയിരിക്കും അത് എഴുതിയെന്ന് യുഹാവോ സംശയിച്ചപ്പോൾ ഈ കൊട്ടാരത്തിലുള്ള ഏത് സ്ത്രീയുടേത് വേണമെങ്കിലും ആകാം എന്ന് ഷെങ് പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. Thanks for watching.